ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. 64-ാമത്തെ ശ്ലോകമാണ് നമ്മൾ. കഴിഞ്ഞ ശ്ലോകത്തില് ക്രോധം വന്നാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു ക്രോധത്തിൽ കൂടെ നമ്മൾ നാശത്തിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി ഉണ്ടാവുന്നു. പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ഉത്ഭവിക്കുന്നു. ക്രോധം മൂലം ബുദ്ധിഭ്രമം ഉണ്ടാവുന്നു. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേട് ഉണ്ടാവുന്നു. ഓർമ്മക്കേട് കാരണം വിവേകശക്തി നശിക്കുന്നു. വിവേകനാശം കാരണം ജീവിതം നാശമടയുന്നു. ഈ ഒരു സീക്വൻസ് അതെ നമുക്ക് ഉണ്ടാവുന്ന നാശത്തിന്റെ ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ പോകുമ്പോൾ ഉള്ള സംഗതി, ആ ഒരു നാശമാണ് അതിന് പറഞ്ഞത്. ഇപ്പൊ അടുത്തത് മോക്ഷോപായം. സർവ്വ അനർത്ഥങ്ങൾക്കും ഹേതു വിഷയചിന്തയാണെന്ന് വ്യക്തമാക്കി. ഇനി മോക്ഷോപായം നിർദ്ദേശിക്കുന്നതാണ് അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അമ്മോകെ വായിക്കാവോ? അമ്മോകെ വായിക്കാം സാറേ. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ആത്മനിയന്ത്രണമുള്ളവൻ രാഗദ്വേഷങ്ങളില്ലാത്തവയും സ്വന്തം അധീനതയിൽ വർത്തിക്കുന്നവയുമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയസുഖം അനുഭവിക്കുകയാണെങ്കിലും ശാന്തിസുഖം നേടുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും മോഹന വിഷയങ്ങളുടെ മാദക നൃത്തം കാണാം. എന്നാൽ അവയുടെ നേരെ രാഗമോ ദ്വേഷമോ ഇല്ലാതെ ആത്മനിയന്ത്രണത്തോടെ ജീവിത വ്യാപാരം നിർവഹിക്കാൻ കഴിവുള്ളവനാരോ അവൻ മനഃശാന്തി അനുഭവിക്കുന്നു. വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാറി നിന്നാൽ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കേണ്ട. കാരണം ബാഹ്യ വിഷയങ്ങളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ അല്ല, അവയോട് നമുക്കുള്ള രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. ചില വിഷയങ്ങളുടെ നേരെ പ്രിയമോ മറ്റു ചിലതിന്റെ നേരെ അപ്രിയമോ ഇല്ലാത്ത സംയമിയായ മഹാത്മാവ് സ്വതന്ത്രനായി ജീവിതയാത്ര നിർവഹിക്കുന്നു. നാം എവിടെ പോകുമ്പോഴും നമ്മുടെ നിഴലും കൂടെ ഉണ്ടാകുമല്ലോ. സ്നേഹം കൊണ്ട് നമ്മെ ബന്ധിക്കാനോ വെറുപ്പ് കൊണ്ട് നശിപ്പിക്കാനോ നിഴലിന് ശക്തിയില്ല. അതുപോലെ നമ്മെ പ്രഹരിക്കാൻ വിഷയങ്ങൾക്കാവില്ല. എന്നാൽ നമ്മുടെ ശക്തി അവയ്ക്ക് നാം പ്രദാനം ചെയ്യുന്നു. അതുപയോഗിച്ച് അവ നമ്മെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശരിയാ മോകെ. ഒരു വടി അടുത്ത ഗീത ചേച്ചി വായിക്കാവോ? വായിക്കാം. ഒരു വടി കയ്യിലെടുത്ത് സ്വദേഹത്തിൽ അടിക്കുകയും ആ അടിയേറ്റ് പിടയുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തൻ ഉണ്ടെന്ന് വയ്ക്കുക. അയാളുടെ വേദനയ്ക്ക് എന്താണ് പരിഹാരം? ഒന്നുകിൽ അയാൾ വടി കയ്യിലെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുത്താലും സ്വദേഹത്തിൽ പ്രഹരിക്കാതിരിക്കുക. മനസ്സ് വിഷയങ്ങളെ കയറി പിടിക്കുമ്പോഴാണ് അവ തിരിഞ്ഞു കുത്തുന്നത്. അതിനാൽ അവയുടെ നേരെ രാഗമോ ദ്വേഷമോ വെച്ച് പുലർത്താതിരിക്കുക. ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ നിർത്തുക. അപ്പോൾ നമ്മെ വിഷമിപ്പിക്കാൻ വിഷയങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല. വിക്ഷേപങ്ങൾ നീങ്ങി മനസ്സ് ശാന്തമാകും. മനസ്സിന്റെ പ്രശാന്ത ഭാവത്തെ പ്രസാദം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൂജ കഴിഞ്ഞു വിതരണം ചെയ്യുന്ന മധുരപലഹാരത്തെ പ്രസാദം എന്നാണല്ലോ പറയുക. ശ്രദ്ധാഭക്തി പുരസ്സരം അനുഷ്ഠിക്കപ്പെടുന്ന ആരാധനയുടെ ഫലമായി സാധകന്റെ ഉള്ളം തെളിഞ്ഞ് ശാന്തമാകും. അതത്ര ഈശ്വരപ്രസാദം. അതിന്റെ പ്രതീകമായാണ് പൂജ കഴിഞ്ഞാൽ മധുരം അല്ലെങ്കിൽ പ്രസാദം വിതരണം ചെയ്യുന്നത്. വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം മനഃശുദ്ധി അല്ലെങ്കിൽ പ്രശാന്തി തന്നെ പ്രസാദം. വിക്ഷേപങ്ങൾ തന്നെ നന്നേ ചുരുങ്ങിയ മനസ്സിനെയാണ് ശുദ്ധ മനസ്സെന്ന് പറയുന്നത്. രാഗമോ ദ്വേഷമോ കൂടാതെ വിഷയങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ പഠിച്ച സംയമിയുടെ മനസ്സിൽ വിക്ഷേപങ്ങൾ ഉദിക്കയില്ല. അയാളുടെ മനസ്സിളക്കാൻ വിഷയങ്ങൾ ശക്തങ്ങളുമല്ല. ഇത് ഈ നമ്മുടെ ഈ അതിന്റെ നാശത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അടുത്ത് മോക്ഷത്തിലോട്ട് പോകുന്നേ. നമ്മൾ ഈ ഇന്ദ്രിയ വിഷയങ്ങൾ എന്നുള്ളത് നമ്മൾ ഈ ആത്മസമയം ഈ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം വിട്ടുമാറി നിൽക്കണം എന്നുള്ളതല്ലല്ലോ ഇതിനകത്ത് പറയുന്നേ. അതുകൊണ്ടാണ് അതിന് എങ്ങോട്ട് തിരിഞ്ഞാലും മോഹന വിഷയങ്ങളെ
മാദക നൃത്തം കാണാം. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ഈ ലോകത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഈ ലോകത്തിലെ എല്ലാം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന നമുക്കൊരു കടയിൽ പോയാൽ അറിയാം. ഒരു കടയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും എല്ലാത്തിനോടും നമുക്ക് അയ്യോ അത് വാങ്ങിച്ചാൽ കൊള്ളാം, ഇത് ഇങ്ങനെ അവിടെ നമുക്ക് ഒന്നിനോടും നമുക്ക് ഇഷ്ടക്കേടില്ല. കാരണം എല്ലാം കാണുമ്പോൾ എല്ലാം നമുക്ക് പുതിയ വെറൈറ്റി പോലെ. അതാ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും മോഹന വിഷയങ്ങൾ മാതൃത്വം കാണാം. എന്നാൽ അവയുടെ നേരെ രാഗമോ ദ്വേഷമോ ഇല്ലാതെ ആത്മനിയന്ത്രണത്തോടെ ജീവിത വ്യാപാരം നിർവഹിക്കാൻ കഴിവുള്ളവൻ ആരോ അവൻ മനഃശാന്തി അനുഭവിക്കുന്നു. അപ്പം നമ്മുടെ ഈ മനസ്സിന്റെ ഒരു ഇതുണ്ട്, ആ ഒരു ആകർഷണം ഓരോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിലോട്ട്. നമ്മുടെ എല്ലാ നമുക്ക് ഇവിടെ എല്ലാം എല്ലാ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പോലുള്ള സാധനങ്ങളും വിഷയങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ ആകർഷിക്കപ്പെടും. പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും മനസ്സംയമനം. അപ്പം നമ്മളിങ്ങനെ ആകർഷിക്കപ്പെടുമ്പോഴോ നമ്മൾ അതുമായിട്ട് ആ ഒരു ആത്മസംയമനം പാലിക്കുന്ന ഒരാൾക്ക് പ്രശ്നം അല്ലെങ്കിലോ ഇത് കിട്ടണം എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു വിഷമോ അത്. അപ്പൊ നമ്മൾ ആ ആത്മസമയം ഇത് എനിക്ക് ആവശ്യമില്ല, ഇതെനിക്ക് ഇപ്പൊ കിട്ടാൻ നമ്മൾ ആ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും മറ്റെങ്ങനെയല്ല നമ്മുടെ അടുത്ത വീട്ടിലോ ഇന്നത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമല്ലേ നമ്മുടെ നില അറിയാതെ ഇന്ന് ഓരോ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴേ അതുപോലെ എനിക്കും ഉണ്ടാവണം. പക്ഷെ എന്റെ നില അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്ക് ഞാൻ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് അവരുമായിട്ട് മത്സരിച്ച് അതും എനിക്കും ഉണ്ടാവണം, അങ്ങനെ എനിക്കും വേണം. ഈ ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ നില അറിയാതെ നമ്മൾ മറ്റുള്ള ഇത് കണ്ട് ആകർഷിച്ച് നമ്മളിങ്ങനെ നമ്മുടെ അത് ദുരിതത്തിലോട്ട് നമുക്ക് തോന്നും ആഗ്രഹങ്ങൾ. അയ്യോ നമുക്ക് അത് മനസ്സിൽ നമുക്ക് ഇതൊരു വലിയൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് വരും. നമുക്കിത് ആഗ്രഹിച്ചുകൂടായോ ഇത് നമുക്കിന്. പക്ഷേ ഈ ഇതിലോട്ടുള്ള ആസക്തി എല്ലാം ആഗ്രഹിക്കാം, എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ പോകാം. പക്ഷെ ആസക്തി ഇല്ലാതെ ആ ഇഷ്ടങ്ങളെ അനുഭവിക്കാൻ പഠിക്കണം. അല്ലാതെ എന്റെ ഇഷ്ടം എനിക്ക് ഒരു ആഗ്രഹം വരുമ്പോൾ അതിലോട്ട് ആസക്തി ആയിക്കഴിഞ്ഞാൽ ഞാൻ ദുരിതത്തിലോട്ടേ പോകത്തുള്ളൂ. അപ്പം ആ ആസക്തി ഇല്ലാത്തവരാണ് മനഃശാന്തി അനുഭവിക്കുന്നത്. ആത്മനിയന്ത്രണത്തോടെ ജീവിത വ്യാപാരം നിർവഹിക്കാൻ കഴിവുള്ളവനാരോ അവൻ മനഃശാന്തി അനുഭവിക്കുന്നു. വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാറി നിന്നാൽ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കണ്ട. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ വേറെ കാര്യം ചെയ്യും. നമ്മൾ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ നോക്കും. ഞാനിതൊന്നും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ട് മാറി നിന്നാൽ മതി. ഇവിടെയൊക്കെ പ്രശ്നമാണ്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ എന്നെ അലോസരപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കുക. നമ്മൾ ഇന്ന് അതിനെ അവോയ്ഡ് ചെയ്യും, ഒളിച്ചോടുക. അതിനകത്ത് നിന്ന് ഒളിച്ചോടുന്ന വെച്ചാല് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കും. തിരിച്ച് നമ്മൾ ഈ സാഹചര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാലോ നമ്മൾ ദുരിതത്തില്ല. അപ്പൊ മാറി നിന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ നിന്നുകൊണ്ട് ആ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ പാരമാർത്ഥ അതിലെ മാനസികമായിട്ട് വ്യാവഹാരികതയിൽ അത് വേണം. പക്ഷെ ഈ മാനസികമായിട്ട് ഞാൻ പാരമാർത്ഥ സത്യങ്ങൾ അറിഞ്ഞ് ഇതെല്ലാം മാറുന്നതാ. ഈ അനുഭവങ്ങളിൽ ഞാൻ ഇതിന് വിഷമിക്കണം, ഈ അനുഭവം മാറും. അപ്പം ഒരനുഭവം അങ്ങനെ നിൽക്കത്തില്ല. അത് നമ്മുടെ അനുഭവമാണ്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏതിനെ അഭിമുഖീകരിക്കുമ്പോഴേ ഇതെല്ലാം മാറ്റമുള്ളതാ. ഞാൻ എന്തിനു വിഷമിക്കണം, ഞാൻ എന്തിനു ദുരിതത്തിൽ പോകണം. പക്ഷെ നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണും, അതിനുള്ള പ്രതിവിധി ചെയ്യണം. അല്ലാതെ എല്ലാത്തിനും ഒളിച്ചോടി പോകുന്നത് ഒരു മാർഗവേ അല്ല. അതുകൊണ്ടാണ് പറയുന്നത് വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാറി നിന്നാൽ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കേണ്ട. കാരണം ബാഹ്യ വിഷയങ്ങളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ അല്ല, അവയോട് നമുക്കുള്ള രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആ ആസക്തിയും ആ ആസക്തി തടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഉള്ള അമർഷവും ദേഷ്യവും ഇത് നമ്മുടെ മനസ്സിനെ വലിച്ചോണ്ടും. അപ്പം നമ്മൾ ഇതിനകത്ത് മാറി നിൽക്കുന്നിട്ടും കാര്യമില്ല. പക്ഷെ നമ്മുടെ നമ്മുടെ ഓരോ ചെറിയ കാര്യത്തിൽ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് മനസ്സംയമനം, ആത്മസംയമനം നമ്മൾ പരിശീലിക്കണം. അല്ലാതെ ഇതിനകത്ത് നിന്ന് മാറി നിന്ന് എനിക്ക് നമ്മൾ ചിലതൊക്കെ പർപ്പസ് സപ്രസ് ചെയ്യും. ആ സപ്രഷൻ ഒരിക്കലും പാടില്ല. അപ്പൊ അങ്ങനെ ചില വിഷയങ്ങളുടെ നേരെ പ്രിയമോ മറ്റു ചിലവയുടെ നേരെ അപ്രിയമോ ഇല്ലാത്ത സംയമയായ മഹാത്മാവ് സ്വതന്ത്രനായി ജീവിതയാത്ര നിർവഹിക്കുന്നു. നമ്മൾ നമുക്ക് ഈ ഒരു ഓരോന്നിലോടുള്ള പൊസസീവ്നെസ് അത് അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമ്മൾ ഓരോന്നിനെയും ആഗ്രഹത്തിനെയും നമ്മൾ ഒരിക്കലും നമ്മൾ നിരാകരിക്കരുത്. ആഗ്രഹം വേണം, പക്ഷെ ആ ആഗ്രഹം അത്യാഗ്രഹമാകരുത് ഏത് ചെറിയ കാര്യത്തിലും. അതുകൊണ്ട് ആഗ്രഹം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ആഗ്രഹങ്ങളെ നമ്മള് അതിനകത്ത് ശേഷം നേരത്തെ ഉള്ള ഇതിൽ പറഞ്ഞൊരു സങ്കല്പമുണ്ട്. നമ്മളിങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ സങ്കല്പിച്ചു കൂട്ടും. അപ്പം ഈ മനസ്സിന്റെ സങ്കല്പമാണ് നമ്മളെ ദുരിതങ്ങളിലോട്ട് കൊണ്ടുപോകുന്നത്.
അപ്പൊ നമ്മളിതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്കിതിന് അപ്പോഴാണ് നമ്മൾ ഈ ദുരിതത്തിൽ നിന്ന് മാറുന്നത്. അല്ലാതെ നമുക്ക് ഈ അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കാൻ ഒക്കത്തില്ല. അതിൽ നമുക്ക് ഫ്രീഡം ഇല്ല. അത് എന്റെ കർമ്മഫലമാ. എന്റെ വാസനകൾ, എനിക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങൾ, ഞാൻ എത്രയോ ജന്മങ്ങളായിട്ട് എനിക്ക് വന്നേക്കുന്നതാ. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല വേറൊരു ഇഷ്ടാനിഷ്ടങ്ങൾ. കാരണം വേറൊരാളുടെ കർമ്മഫലം വേറെയാ. ഞാൻ ഈ ജന്മങ്ങളായിട്ട് കൊണ്ടുവന്ന ഇഷ്ടാനിഷ്ടങ്ങളെ എനിക്ക് അതിൽ ഫ്രീഡം എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാ. അതുപോലെ എന്തുവാ എനിക്ക് വരുന്ന അനുകൂലവും പ്രതികൂലവും ആയിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും എന്നിലുള്ളതാ. അപ്പൊ ഇത് വരുമ്പോ നമ്മൾ എങ്ങനെ വേണം ഇതിനെ അഭിമുഖീകരിക്കേണ്ടതെന്ന്, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, കർമ്മം ചെയ്യേണ്ട ഫ്രീഡം എന്നില്ല. എന്റെ ഇഷ്ടങ്ങളും ഉണ്ട്, അനിഷ്ടങ്ങളും ഉണ്ട്. എന്റെ ഇഷ്ടമനുസരിച്ച് കർമ്മം ചെയ്യാനും അത് മനുഷ്യന് മാത്രമേ ഒക്കത്തുള്ളൂ. വേറൊരു ജീവികൾക്കും ആ വാസന അനുസരിച്ച് മാത്രമേ കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് മാറി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് ഒരു ഗുണമുണ്ട്. നമ്മുടെ വാസന, എനിക്ക് ഇഷ്ടം ഇതാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഈ ധർമ്മത്തിന്റെ വിവേകത്തിന്റെ രീതിയിലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അവിടാണ് നമ്മൾ ഫ്രീഡം. നമ്മളെന്ത് വിചാരിക്കുന്നേ, നമുക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറയേ, എനിക്ക് എന്റെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നതാണ് ഫ്രീഡം. നമ്മൾ തെറ്റിദ്ധരിക്കുക. എനിക്ക് ഫ്രീഡം ഉണ്ട്, കണ്ണില്ലേ, അതല്ല ഫ്രീഡത്തിന്റെ ശരിയായ അർത്ഥം. എന്തുവാ, നമ്മൾ ഒരു ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കൂടെ എനിക്ക് ഇഷ്ടം പോലെ കാർ ഓടിച്ച് എന്റെ ഇഷ്ടമാ, എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ച് പാനക്കൂ. നമ്മൾ ചില ഡിസിപ്ലിൻ, ചില നിയമങ്ങൾ അവിടെ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെതായ പാലിച്ചിരിക്കണം. ഇല്ലെങ്കിലോ എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയാലോ എന്റെ ജീവിതം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ തീരുവോടെ. എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫ്രീഡത്തിനെ കണ്ണും മൂടി ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ചിലതിനൊക്കെ അനുസരിച്ച്, ചില നിയമങ്ങൾക്ക് അനുസരിച്ച് പോയാൽ, ഇവിടെ നിയമം എന്തുവാ, അത് നമ്മുടെ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള നിയമങ്ങൾ. ഇവിടെ നിയമം എന്തുവാ, ഞാൻ ആത്മസംയമനം പാലിക്കണം. എനിക്ക് ആഗ്രഹങ്ങൾ വരുമ്പോൾ ആഗ്രഹത്തിന്റെ പുറകെ അങ്ങോട്ട് പോയി ആ ആഗ്രഹങ്ങളോട് ആസക്തി വന്ന് അതിനോട് ആസക്തി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുരിതമാണ്. ആഗ്രഹങ്ങൾ തെറ്റല്ല, പക്ഷേ ആസക്തി തെറ്റാണ്. ആസക്തി എന്ന് വെച്ചാൽ എന്തുവാ, അത്യാഗ്രഹം. നമ്മൾ വിചാരിക്കും പണത്തിനോടുള്ള അത്യാഗ്രഹം, ചിലർക്ക് നമ്മൾ അത്യാഗ്രഹം എന്ന് പറഞ്ഞതാ. ഏതിനും ഉണ്ട് അത്യാഗ്രഹം. നമുക്ക് ഒരു സുഖം കിട്ടി, നമ്മൾ ഈ സുഖം തന്നെ നമുക്ക് പിന്നെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം. നമുക്ക് ഏത് ചെറിയ കാര്യത്തിലും നമുക്ക് ആസക്തി ഉണ്ട്. നമ്മൾ അവിടാണ് ഓരോ ചെറിയ കാര്യത്തിൽ അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്ക് അതുപോലെ ആസക്തി എന്ന് പറഞ്ഞാൽ അത്യാർത്ഥി. നമ്മൾ ഇതൊക്കെ ഒരു പ്രത്യേക കോണ്ടെസ്റ്റിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എന്തുവാ ഈ അത്യാർത്ഥി പറഞ്ഞാല് കൂടുതൽ പണം വേണം അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നുള്ള ഒരു അത് മാത്രമല്ല, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ആ ആഗ്രഹങ്ങൾ വേണം. പക്ഷെ അതിലോട്ട് സംഘമാവുമ്പോഴാണ്, ആസക്തി ആവുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം ഈ രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ അതുമായിട്ട് ഏത് സാഹചര്യമായിട്ട് ഞാൻ സംഘം ചെയ്തുകൂടാ. ഞാനായിട്ട് പൊസസീവ്നെസ്, അതുമായിട്ട് പോയി അറ്റാച്ച്ഡ് ആയിക്കൂടാ. നമ്മൾ ഇതെല്ലാം ഇപ്പൊ നമ്മൾ കാരണം എന്തുകൊണ്ട് അറ്റാച്ച് ആയിക്കൂടാ, അങ്ങനെ ആയിരിക്കും അത് മാറും. ഏതിനോടും ഞാൻ കയറി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ വെച്ചാൽ ആ ബന്ധം എല്ലാം മാറുന്നതാ. അപ്പൊ മനസ്സിന് ദുരിതമാകും. അപ്പൊ ഇതെല്ലാം മാറ്റമുള്ളതാ. അപ്പൊ ഞാൻ ആ രീതിയിൽ വേണം മനസ്സിനെ, ഈ മാറ്റമുള്ളതെന്നുള്ള രീതിയിലേ നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും എല്ലാം നമ്മുടെ മാനസികമായിട്ട്. പക്ഷെ വ്യവഹാരീയത്തിൽ അതങ്ങനല്ല. വ്യവഹരിക്കുന്നതിന് വേറൊരു സത്യവും, നമ്മുടെ മാനസിക പാരമാർത്ഥ സത്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ചിന്താഗതി, ആ ചിന്താഗതിയാണ് നമ്മളെ ദുരിതത്തിലാകുന്നത്. അപ്പം അതിനെ ആ രീതിയിൽ നമ്മൾ അപ്പൊ അതാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ പാരമാർത്ഥ സത്യങ്ങളെടുത്ത് വ്യവഹരിക്കാൻ പറ്റുമോ? ഒട്ടുകഴിഞ്ഞാൽ എനിക്ക് അവിടെയും നാശം വരും. അപ്പം ഇത് രണ്ടും പാരലായിട്ട് പോകണം. അപ്പൊ നമ്മൾ വ്യാവഹാരികതയിൽ നമ്മളൊരു ഇതുണ്ട്, പക്ഷെ എന്റെ മനസ്സിനെ ദുരിതത്തിലോട്ട് വിടരുത്. ഞാൻ എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ ഞാൻ ഓരോ ചെറിയ കാര്യങ്ങളിലും ഞാൻ ശ്രമിക്കണം. അതാണ് ചില വിഷയങ്ങളുടെ നേരെ പ്രിയമോ മറ്റു ചിലവയുടെ നേരെ അപ്രിയമോ ഇല്ലാത്ത സംയമയായ മഹാത്മാവ് സ്വതന്ത്രനായ ജീവിതയാത്ര നിർവഹിക്കുന്നു. നാം എവിടെ പോകുമ്പോഴും നമ്മുടെ നിഴലും കൂടെ ഉണ്ടാകുമല്ലോ. സ്നേഹം കൊണ്ട് നമ്മെ ബന്ധിക്കാനോ വെറുപ്പ് കൊണ്ട് നശിപ്പിക്കാനോ നിഴലിന് ശക്തിയില്ല. അതുപോലെ നമ്മെ പ്രഹരിക്കാൻ വിഷയങ്ങൾക്കാവില്ല. എന്നാൽ നമ്മുടെ ശക്തി അവയ്ക്ക് പ്രദാനം ചെയ്യുന്നു. അതുപയോഗിച്ച് അവ നമ്മെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ആവുന്ന അടുത്ത പാരാഗ്രാഫ് വരുന്നത്. ഒരു വടിയെടുത്ത് ഒരാളെ സ്വന്തം അടിക്കുക. അപ്പം അതൊന്ന് ചുമ്മാ അടിക്കുവോ? ഒരു ഭ്രാന്തിന്റെ ശേഷം വടിയെടുത്ത് അടിച്ചോണ്ടിരിക്കുക. നമ്മളിത് വേദന കൊണ്ട് പൊളയുക. നമ്മൾ തന്നെ നമ്മളെ അടിക്കുന്നത്. അതിനെന്തോ ഒരു വഴി, ഒന്നീ ഞാൻ അടിക്കരുത്, അല്ലെങ്കിൽ വടിയെടുത്ത് കളയണം. ഇത് നമ്മൾ ഓരോ ഇന്ദ്രിയ സുഖങ്ങളുടെയും വിഷയങ്ങളുടെയും പുറകെ പോയി അതുമായിട്ട് കയറി ബന്ധം സ്ഥാപിച്ച്
അത് വെച്ചിട്ട് എനിക്ക് ദുരിതം വരുന്നു. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ ഓരോന്നുമായിട്ട് കയറി നമ്മൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അനാവശ്യമായ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഇഷ്ടമാണെങ്കിൽ അതുമായിട്ട് കൂടുതൽ ബന്ധം, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനോട് കൂടുതൽ വെറുപ്പ്. ഇത് രണ്ടും പാടില്ല. നമ്മൾ ഇതിനെയെല്ലാം ഒരേപോലെ കാണാൻ, ഒരേ മനസ്സുകൊണ്ട് കാണാൻ നമ്മൾ പരിശീലിക്കണം. അത് ഓരോ ചെറിയ കാര്യങ്ങളും പരിശീലിച്ചാലേ അതൊക്കത്തുള്ളൂ. അപ്പം ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സ് വിഷയങ്ങളെ കയറി പിടിക്കുമ്പോഴാണ് അവ തിരിഞ്ഞു കുത്തുന്നത്. അതിനാൽ അവയുടെ നേരെ രാഗമോ ദ്വേഷമോ വെച്ച് പുറത്താക്കുക. അതാ അമിതമായ രാഗവും അമിതമായ ദേഷ്യവും. ദേഷ്യം വരാൻ നമുക്ക്, ദേഷ്യത്തിന്റെ പക്ഷെ അമിതമായ എല്ലാം നമ്മൾ പറയുന്നില്ല, അധികമായാൽ അമൃതും വിഷമെന്ന് പറഞ്ഞ പോലെ ആഗ്രഹങ്ങളും എല്ലാം ആ അതിര് കവിയുമ്പോൾ ആ അതിര് കവിയാത്ത പോലെ നമ്മൾ അതിന് കാര്യങ്ങളെ കാണാൻ പഠിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കണം. സപ്രസ് ചെയ്തുകൊണ്ടായിരിക്കരുത്. നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി ഓരോ വിഷയങ്ങൾ നമ്മൾ വിഡ്രോ ചെയ്യണം. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആസക്തി അങ്ങോട്ട് നമ്മളെ വലിച്ചോണ്ട് പോകും. അതിനോട്ടുള്ള അത്യാർത്ഥി എന്നുള്ളത് മാത്രമല്ല, പണം കൊണ്ട് സമ്പാദിക്കുക, അല്ലെങ്കിൽ എനിക്ക് ധിക്കാരം, അഹംഭാവം വെച്ചാൽ ധിക്കാരം, ഞാനെന്ന ഭാവം, എന്റെ ഈഗോ എന്നെ വലിച്ചുകൊണ്ട് പോകും ഈ സുഖങ്ങളിലോട്ടും അങ്ങനെ ഞാൻ അതിനെനിക്ക് വാസനയെ കൂടെ ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ദുരിതത്തിലോട്ടേ നീങ്ങത്തുള്ളൂ. ഇതിനെ ഞാൻ പരിശീലിക്കണം. ഇങ്ങനെ പോകാതെ മനസ്സിനെ ഞാൻ ഓരോ ചെറിയ കാര്യങ്ങളിലും ഈ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സ് പോകത്തില്ല. അങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഇതിനെ ഡെയിലി ഉള്ള പ്രാക്ടീസ് കൂടെ എനിക്ക് ഒരു ആത്മസംയമനം വീണ്ടെടുക്കാൻ ഒക്കും. നമുക്ക് അത് പരിശീലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു, ഇത് പരിശീലിച്ചിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ആവുന്നു എന്നൊക്കെ ഉള്ള നമുക്ക് തന്നെ അനുഭവം വരും ഇത്. അപ്പം മനസ്സിന്റെ പ്രശാന്ത ഭാവത്തെയാണ് ഈ പ്രസാദം എന്നാണ് പറയുന്നത്. പൂജ അവസാനത്തിൽ വിതരണം ചെയ്യുന്ന മധുരപലഹാരത്തെ പ്രസാദമാണെന്നാണല്ലോ പറയുക. ശ്രദ്ധാഭക്തി പുരസ്സരം അനുഷ്ഠിക്കപ്പെടുന്ന ആരാധനയുടെ ഫലമായി പ്രസാദകന്റെ ഉള്ളം തെളിഞ്ഞ് ശാന്തമാവും. അതത്രേ ഈശ്വര പ്രസാദം. അതിന്റെ പ്രതീകമാണ് പൂജ കഴിഞ്ഞാൽ മധുരം പ്രസാദം. നമ്മുടെ ഈ രീതിയിലുള്ള നമ്മളൊരു പൂജ കഴിഞ്ഞ് പ്രസാദം എന്ന് പറയുന്നു. എന്തുവാണ് ഈ പൂജ കഴിഞ്ഞ് നമുക്കൊരു അത് സിംബോളിക്കാണ്. നമ്മളൊരു ഈശ്വര സങ്കല്പത്തിലോട്ട് വെച്ച് കുറെ അർപ്പിച്ച് കുറെ എടുത്തിട്ട് അതിന്റെ ഹോമിക്കൊക്കെ ചെയ്ത് ബാലൻസ് വരുന്നത് നമ്മൾ ബാക്കി എല്ലാവരും പങ്കിട്ടെടുക്കുന്നു. അത് അതിന്റെ പൂജയുടെ പ്രസാദമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പങ്കിട്ടെടുക്കുക. എല്ലാവർക്കും ആ പ്രസാദം വരണം. ഇതേപോലാണ് നമ്മുടെ പ്രവൃത്തികള്. ഈ പൂജ തന്നെ നമ്മുടെ പ്രവൃത്തികള് എല്ലാം സമർപ്പണ ബുദ്ധിയാൽ, ഈഗോയിലല്ല, അഹം ബുദ്ധിയിലല്ലാതെ, ഞാനാണ് എന്നുള്ള അഹം ബുദ്ധി, ആ ബുദ്ധിയിലല്ലാതെ സമർപ്പണ ബുദ്ധിയാ. ഇത് പരമാത്മ ചൈതന്യത്തിൽ ഞാൻ പരമാത്മ ചൈതന്യമാണ്, അതിന്റെ പ്രസൻസിലാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സമർപ്പണ ബുദ്ധിയ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ ആത്മസംയമനത്തിലായിരിക്കും. അത് അല്ലെങ്കിലോ അത് ഈഗോയിലായിരിക്കും ചെയ്യുന്നേ, അഹംഭാവത്തിലായിരിക്കും ചെയ്യുന്നേ. ഞാൻ ചെയ്യുന്നു, എന്റെ കഴിവാണ്. അപ്പൊ അത് അഹംബുദ്ധിയാണ്. അപ്പം സമർപ്പണ ബുദ്ധി എന്താ ഒരു പൂജയിൽ എങ്ങനെയാ കിട്ടുന്നേ? നമ്മൾ ഈ സങ്കല്പവാ, ആ സങ്കല്പത്തിലോട്ട് എല്ലാം നമ്മൾ അർപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഇതിന്റെ പ്രസൻസിലാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞാൻ ആത്മസംയമനത്തിൽ, വിവേകത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് പ്രശാന്തത വരും, സ്വസ്ഥത വരും. അതാ എന്റെ പ്രസാദമാണ്, അതാ ഈശ്വര പ്രസാദം. നമ്മൾ ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ധർമ്മമാണ്. ഈ ഒരു ഈശ്വരൻ പറഞ്ഞ ഒരു പ്രത്യേക വ്യക്തി ഉണ്ടോ? അതൊക്കെ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയാണ് ഈ ബ്രഹ്മം. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂസ് അനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്വസ്ഥത കിട്ടും, ശാന്തത കിട്ടും. അതാ പ്രസാദം. അപ്പൊ നമ്മൾ തന്നെ വേണം ഈ നമ്മുടെ കർമ്മങ്ങളെ ഒരു ഈശ്വരാരാധന പോലെ ചെയ്യാൻ. എന്ന് വെച്ചാല് കർമ്മങ്ങളെ നമ്മൾ എങ്ങനെ ചെയ്യണം? അഹംബുദ്ധിയിലല്ലാതെ അത് എന്റെ ആത്മചൈതന്യത്തിലാണ് എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു ധാരണ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു ധാരണയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വസ്ഥത വരും. അപ്പൊ നമ്മൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ കടന്ന് കുരുങ്ങത്തില്ല. അതാ എനിക്ക് പറയുന്നത്. വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം മനഃശുദ്ധി എന്ന് വെച്ചാൽ പ്രശാന്തി തന്നെ പ്രസാദം. വിക്ഷേപങ്ങൾ നന്നേ ചുരുങ്ങിയ മനസ്സിനെയാണ് ശുദ്ധ മനസ്സെന്ന് പറയുന്നത്. രാഗമോ ദ്വേഷമോ കൂടാതെ വിഷയങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ പഠിച്ച സംയമയുടെ മനസ്സിൽ വിക്ഷേപങ്ങൾ ഉദിക്കുകയില്ല. അയാളുടെ മനസ്സിലാക്കാൻ വിഷയങ്ങൾ ശക്തങ്ങളല്ല. അതാ ഇത് ഈ മോക്ഷത്തിലോട്ട് പോകാനുള്ള ഒരു ഉപായമാണിത്, ആത്മസംയമനം. അത് നശിക്കാനുള്ള ഉപായമോ? ഞാൻ എൻ്റെ ആസക്തിയിലോട്ട്, എൻ്റെ കാമത്തിന്റെ പുറകെ പോയി ഒരു ആകർഷണം ഉണ്ടാവും. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ എനിക്ക് ക്രോധം ഉണ്ടാവും.
ക്രോധത്തിൽ നിന്ന് എനിക്ക് വ്യാമോഹം, തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തുവാ, ഇങ്ങനെ ഒരു സീക്വൻസ് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഇതില്. ക്രോധത്തെ ദേഷ്യം മൂലം എനിക്ക് ബുദ്ധിഭ്രമം ഉണ്ടാവും, ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേടുണ്ടാവും, ഓർമ്മക്കേട് കാരണം വിവേകശക്തി നശിക്കും, വിവേക നശിക്കുന്ന കാരണം ജീവിതമേ നമ്മൾ നശിച്ചു പോകും. അപ്പൊ ഇത് നമ്മള് വികാരത്തിന്റെ അടിമയായിട്ട് പോയി കഴിഞ്ഞാൽ, വികാരത്തിന്റെ അടിമ വെച്ചാൽ ഞാൻ എന്റെ കർമ്മങ്ങളെ, എന്റെ കർമ്മവാസന, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പോയാൽ ഈ സീക്വൻസ് നമുക്ക് വന്നുപെടാം. അതേ സമയത്ത് നമുക്ക് മോക്ഷമാർഗം എന്തുവാ, നമ്മള് ഈ അഹംഭാവത്തിൽ ചെയ്യാതെ, എന്റെ വാസനയിൽ ചെയ്യാതെ, വിവേകത്തിൽ ഇതെല്ലാം വന്നു പോകുന്നു. സ്ഥായിയായിട്ട് ഒന്നിനുമില്ല. സ്ഥായിയായിട്ടുള്ളത് എന്നിലുള്ള ചൈതന്യം മാത്രം. ബാക്കി എന്റെ എല്ലാം മാറ്റങ്ങളുള്ള. അതിന് ഞാൻ എന്തിനു വിഷമിക്കുന്നു? കാരണം ഞാൻ പരമാത്മ ചൈതന്യ അംശമാണ്. ഞാൻ ഈ മാറ്റമുള്ള സംഗതിയല്ല. ഞാൻ എന്റെ ശരീരം, ആ ശരീരമാണ്. ശരീരം ഞാനല്ല, എന്റെ ശരീരമല്ലല്ലോ ഞാൻ. പക്ഷെ നമ്മൾ ശരീരമാണ് ഞാൻ എന്നുള്ള ബുദ്ധിയിൽ, അഹംബുദ്ധിയിലായി നിൽക്കുന്നത്. ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത ഞാന് മാറുന്ന ഞാനാണെന്ന് വിചാരിക്കുക. അപ്പൊ അതാണ് എന്റെ ദുരിതത്തിന് കാരണം. ഇതായി എനിക്ക് ആക്ച്വലായിട്ട് ഞാൻ നശിച്ചു പോകും, ഞാൻ മരിച്ചു പോകും എന്ന് വിചാരിക്കുക. എനിക്ക് മരണമില്ല. ഞാൻ എത്രയോ ജന്മങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ശരീരത്തിൽ കൂടെ, ഇപ്പൊ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ പല പല ശരീരങ്ങൾ നമ്മൾ കളഞ്ഞു. പക്ഷേ ഞാൻ മാറിയോ? ഞാൻ മാറിയിട്ടില്ല. അപ്പൊ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഒരു ആത്മാവാണ്. ശരീരങ്ങൾ എനിക്ക് എത്രയോ നശിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാ പോലും ഞാൻ ഇനി ഒരു ഭ്രമത്തിലിരിക്കുക, അജ്ഞാനത്തിലിരിക്കുക. എന്തുവാ? ഞാൻ ശരീരമാണ്. അതുകൊണ്ട് നമുക്ക് മരണത്തെ ഭയമാണ്. കാരണം ഞാൻ ശരീരമായി, ഈ ശരീരം പോവും. പക്ഷെ എന്റെ കൊച്ചിലത്തെ ശരീരങ്ങൾ എത്രയോ മരിച്ചു. ആ ശരീരമാണ് ഇപ്പൊ ഉള്ളത്, നമ്മുടെ ശരീരം അല്ലല്ലോ. അപ്പൊ അതിനെന്താ നമ്മൾ കരയാഞ്ഞേ? പക്ഷെ ഇതൊക്കെ ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ, അയ്യോ ഞാൻ മരിച്ചു പോവും, എനിക്ക് മരണഭയമാ. നമ്മൾ എല്ലാത്തിനെയും ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ മനസ്സിന്റെ സ്വസ്ഥത ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖത്തിലും ഭയത്തിലും കഴിയാം. ഇത് നമ്മൾ വളരെ അറിയേണ്ട ഈ ഒരു കാര്യങ്ങളെ നമ്മൾ പല ശ്ലോകത്തിൽ കൂടെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുക. എന്തിനുവാ? ഒറ്റ കാര്യം തന്നെ. അതിനെ നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പല രീതിയിൽ പറയുന്നു. അപ്പൊ ഈ മോക്ഷത്തിലോട്ട്, എനിക്ക് മോക്ഷം ചെന്തുവാ? സ്വസ്ഥത, പെർമനന്റ് ആയിട്ടുള്ള സ്വസ്ഥത. ഇപ്പൊ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്വസ്ഥത ഉണ്ടോ? ഇതുവരെ വന്ന ജീവിതം നമ്മൾ സ്വസ്ഥതയിലാണ് വന്നോണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. പ്രശ്നം വെച്ചാൽ മനസ്സ് ദുരിതത്തില്ല. അപ്പൊ ഈ ദുരിതത്തിൽ നിന്ന് മാറി നമ്മൾ ഇതൊക്കെ ഈ പരിശീലിച്ച് വരുമ്പോ നമുക്ക് എന്തോ വന്നാലും നമ്മളെ ബാധിക്കത്തില്ല. നമ്മളൊരു സ്വസ്ഥമായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാവും. നല്ല അനുഭവങ്ങൾ വരും, ചീത്ത അനുഭവങ്ങൾ വരും. പക്ഷേ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെടാതെ എല്ലാത്തിനെയും നോക്കിക്കാണുന്ന ഒരു രീതി, അതാണ് സ്വസ്ഥത. ആ ഒരു ഇത് വേണം. അതാ ഈ ഒരു ഇതിൽ പറയുന്നത്. നമ്മൾ ഈ ആത്മസംയമനം അത് വായിച്ചാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടോ? കേട്ടപ്പോഴേ ഇപ്പം വിവേകം ഒതുക്കി. നമുക്കിപ്പോ വിവേകം എന്ന് പറയുന്ന മനുഷ്യന്റെ ഇതാണല്ലോ, ഒരു കഴിവ്. വിവേകം, ഇപ്പൊ വിവേകം ഉദിക്കുന്ന, ഞാനിപ്പോ നൊച്ചൂറിന്റെ ഒരെണ്ണം കേട്ടതാണ്. വിവേകം ഉദിക്കുന്നത് ചില ദുഃഖങ്ങള്, ലോകം ദുഃഖമയമാണെന്ന് കാണുമ്പോഴാണ് വിവേകം ഉദിക്കുന്നത്. അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ സുഖങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം അത് അല്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു വിവേക ബുദ്ധി തോന്നത്തില്ല. സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ, ഇപ്പൊ ദുഃഖങ്ങളൊന്നും ഇല്ലാതെ സുഖങ്ങൾ മാത്രമാണ് കൂടുതൽ അനുഭവിക്കുന്നെങ്കിൽ ആ വിവേകം ഉണരത്തില്ല. ചിലപ്പോൾ ദുഃഖങ്ങൾ കാണുമ്പോഴാണ് അയ്യോ ഇത് ലോകം മൊത്തം ദുഃഖമാണല്ലോ എന്ന് വെച്ചുമ്പോഴാണ് എന്താണ് ഇതിന്റെ യഥാർത്ഥ ഇതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയും അതിന് വേണ്ടി നമ്മൾ അല്ലെ, അതൊരു സത്യമാണെന്ന് തോന്നുന്നു. വിവേകം ഉദിക്കുന്നത് ചിലപ്പോൾ ദുഃഖങ്ങൾ കൂടുതൽ കാണുമ്പോഴായിരിക്കും വിവേകം ഉദിക്കുന്ന, വിവേകത്തിന് വേണ്ടി വിവേകം വർക്ക് ചെയ്യുന്നത്. ചിലപ്പം എന്താണ് ഇങ്ങനെ ദുഃഖങ്ങൾ വരാൻ കാരണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതിനകത്തോട്ട് പരമാർത്ഥ സത്യത്തിലോട്ട് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം അതിനകത്ത് നീ അങ്ങനെ ഇത് നൊച്ചുസ്വാമി അങ്ങനെ പറഞ്ഞെങ്കിൽ അതെ, ഇത് പക്ഷെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ വിഷമിച്ചിരിക്കുന്നവര് നമ്മള് ഈ സത്യങ്ങളെ, ഈ പാരമാർത്ഥ സത്യങ്ങളെ എവിടുന്ന് മനസ്സിലാക്കും? നമുക്ക് ഈ ദുഃഖത്തിച്ചിരിക്കുമ്പോ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ദുഃഖത്തിലാണ് പോകാൻ പറ്റുന്നത്. അതല്ല, അതിനെപ്പറ്റി എന്തോ പറയുന്ന ഒരു അതിനന്വേഷിക്കാൻ തോന്നുന്നത് അപ്പോഴായിരിക്കും. ചിലർക്ക് അന്വേഷിക്കാൻ തോന്നത്തില്ല. ദുഃഖത്തിൽ അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞ് വീണ്ടും ഡിപ്രഷനിലോട്ട് പോകുന്നവരുണ്ട്. അതല്ല, അതിൽ നിന്ന് ബുദ്ധിപൂർവം നമുക്ക് അതിൽ അനലൈസ് ചെയ്താൽ
നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം, ശരിക്കും ഇങ്ങനെയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും ഇങ്ങനെ അല്ല, ശരിക്കും ഇതല്ലല്ലോ, ഇതെന്ന് പറയുന്ന അല്ല നമ്മൾ എന്നുള്ള നമ്മുടെ സത്വം ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണല്ലോ പെർമനന്റ് ആയിട്ടുള്ള. പക്ഷേ നെച്ചുസ്വാമി അങ്ങനെ പറയാൻ കാരണം നമുക്ക് നല്ല കാലവും നല്ല അനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കാറില്ലല്ലോ. നമ്മള് അയ്യോ എനിക്ക് നല്ല കാലം എന്താ ഇങ്ങനെ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ദൈവമേ എന്താ ഇങ്ങനെ നടക്കുന്നേ, നമ്മൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. അപ്പം അതേ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചീത്ത അനുഭവങ്ങൾ ഇങ്ങനെ ദുരിതങ്ങൾ ഒന്നിന് പറയാൻ ഒന്നായിട്ട് വരുമ്പോ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തോ അപ്പം നമ്മൾ പക്ഷെ ആ ദുഃഖത്തിലോട്ട് അടിമപ്പെടുമ്പോ ഇതിനെക്കുറിച്ച് നമ്മള് അതിന്റെ കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇതെന്റെ വിധിയാ, ദൈവം എനിക്കിന്ന് ശിക്ഷയാ, ഇപ്പൊ അധർമ്മികളൊക്കെ ഇപ്പൊ ഇന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയല്ലയോ അങ്ങനെ തോന്നി. കാരണം ഇങ്ങനെ പക്ഷെ ശരിക്കും ഈ ഭക്തിയുടെ ശരിക്കുള്ള തലങ്ങൾ അറിയുമ്പോൾ അതുകൊണ്ടല്ലേ കുന്തി പറയുന്നത് എനിക്ക് കൃഷ്ണ എനിക്ക് ദുരിതങ്ങൾ വരട്ടെ അപ്പോഴല്ലേ എനിക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റുന്നത്. നമ്മൾ ദുഃഖസ്ഥിതിയിലാ ഭഗവാനെ വിളിക്കുന്നത്. പക്ഷെ ഏത് ഭഗവാനെ? വെളിയിലുള്ള ഭഗവാനെ അല്ല, ഞാൻ അത് നമ്മുടെ ഉള്ളിലാ കാണേണ്ടത്. ഈ ഭഗവാൻ ഉള്ളിലിരിക്കുന്നു. അപ്പൊ ആ അനന്യഭക്തിയിലോട്ട് വരണം. നമ്മൾ ഈ അന്യഭക്തിയിലോട്ട് ഇരുന്ന് എത്രയോ പേര് ഈ ദുഃഖിച്ച് ഈ ദൈവത്തിനോട് കേണ് ആ കർമ്മഫലത്തിനെ ഈ ദൈവത്തിനോട് നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ദൈവത്തിനെ കാണുന്നേ. ഒന്ന് വെളിയില്, ഒന്നും മറ്റേത് ഉള്ളില്. ഈ എപ്പോഴാണ് നമ്മൾ ഉള്ളിലോട്ട് തിരിയുന്നേ? നമുക്ക് ഉള്ളിലോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിന്റെയോ ഒരു ഗ്രന്ഥങ്ങളുടെയോ നമ്മുടെ ശാസ്ത്രങ്ങളുടെയോ ഇതില്ലാതെ നമുക്ക് കോമൺ സെൻസിൽ കൂടെ കിട്ടുമോ ഇത്? അതാ. അപ്പം നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കണം, ഈ പാരമാർത്ഥിക സത്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ വ്യാവഹാരികയിൽ ഒത്തിരി സത്യമുണ്ട്. ഒത്തിരി നമ്മുടെ ആ സത്യങ്ങളല്ല ശരിക്കുമുള്ള സത്യം. അത് വ്യാവഹാരികതയ്ക്ക് വേണ്ടിയുള്ള സത്യങ്ങളാ. അതിലാണ് നമ്മളെല്ലാരും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം വലിയ പറയുന്നേ, ഞാൻ മനസ്സാ വാച കർമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നു. എന്താ ദൈവമേ? വെളിയിലിരിക്കുന്ന ഒരു ദൈവത്തിനോട് നമ്മൾ പറയുന്നേ. അപ്പൊ ഇതെല്ലാം മാറ്റിത്തരണേ. അപ്പൊ നമ്മള് ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദുഃഖിച്ച് ആ ഒരു ദുഃഖമായാലും ഭയമായാലും എനിക്ക് വിവേകത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴും നമ്മളിപ്പോ എന്നെ നിലനിർത്തുന്ന ഒരു ചൈതന്യമുണ്ട്. ഞാൻ ഈ ശരീരബുദ്ധിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞാൻ ഈ കർമ്മഫലം കൊണ്ട് ഞാൻ ശരീരമല്ല, ഞാൻ ഒരു ആത്മാവാണെന്നുള്ള തോന്നൽ നമുക്ക് നോർമലായിട്ട് ഉണ്ടാവുമോ? അപ്പം നെച്ചുസ്വാമി പറയുന്ന കാരണം അതൊരു നമുക്ക് ഈ ദുഃഖം ഉണ്ടാവുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മള് സാധാരണ ജീവിതങ്ങൾ സാധാരണക്കാർക്ക് അങ്ങനെ ഒക്കത്തില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ പഠിക്കാതെ നമ്മൾ ഈ ഗീത പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സത്യങ്ങളെ വല്ലതും മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ എല്ലാം ക്വസ്റ്റ്യൻ മാർക്കായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയത്തില്ല. എന്റെ വിധിയാണ്. നമ്മൾ ആ വിധിയെ ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കത്തില്ല എപ്പോഴും. എന്റെ വിധിയാണ് എന്റെ വിധി എന്ന് വെച്ചാൽ ഞാൻ അതിന് വിധിക്കപ്പെട്ടവനാ അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവളാ. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനൊരു പരിഹാരമാകത്തുള്ളല്ലോ. എന്നാലും നമ്മൾ അങ്ങനെ നമ്മുടെ പ്രവൃത്തികളെ മാറ്റാൻ നോക്കത്തുള്ളൂ. സമയമായി. നമുക്ക് വേറെ ആർക്കും അഭവൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാറേ. ശരി, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. നാളെ അല്ല, മൺഡേ, തിങ്കളാഴ്ച.